വിടവ് ഇപ്പോൾ പാകിസ്ഥാൻ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇന്ത്യയുടെ തിരിച്ചടിക്ക് പിന്നാലെ ചൈനയുമായി പാകിസ്ഥാൻ ആശയവിനിമയം നടത്തുന്നു, സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു, അവരുടെ പിന്തുണ പൂർണ്ണമായും ഉറപ്പിക്കാൻ ഉള്ള ശ്രമങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന വിവരം ഏറ്റവും ഒടുവിൽ വരികയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ടി ജി സജിത്ത് അല്പസമയത്തിനകം തന്നെ നമുക്കൊപ്പം ചേരും. അതിനു മുൻപ് ടി ജി സജിത്ത് റെഡിയാണ്. സജിത്ത്, ഇപ്പോൾ പാകിസ്ഥാൻ ഏക പിന്തുണ പരസ്യമായി ലഭിച്ചിരിക്കുന്നത് ചൈനയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. അത് തന്നെയാണ് അവരുടെ പ്രതീക്ഷയും. അവിടെ മാക്സിമം അവരുടെ സഹായം ഉറപ്പാക്കാൻ, അവരുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാനും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. ഏത് തരത്തിലുള്ള നീക്കങ്ങളാണ് പാകിസ്ഥാൻ തുടങ്ങി വെച്ചിരിക്കുന്നത്? പാകിസ്ഥാന്റെ നീക്കം ചൈനയുടെ പിന്തുണ ഉറപ്പിക്കാനാണ് രേണുക. ചൈനയുടെ പിന്തുണ പാകിസ്ഥാൻ തുടക്കം മുതൽ ലക്ഷ്യമിടാറുണ്ട്. ഇതിപ്പോൾ ഇന്ത്യയുടെ തിരിച്ചടിക്ക് ശേഷവും ചൈനീസ് അംബാസിഡറുമായി ചർച്ച നടത്തി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി അത്തരമൊരു ശ്രമത്തിനാണ് നീക്കം നടത്തുന്നത്. ചൈനയുടെ എല്ലാ പിന്തുണയും പാകിസ്ഥാൻ ഒപ്പമുണ്ട് എന്നതാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. 3:30 അല്പസമയത്തിനുള്ളിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു എന്നതാണ് മാധ്യമങ്ങളോട് നൽകിയിരിക്കുന്ന വിവരം. സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ പാകിസ്ഥാനിൽ നിന്നുണ്ടാവാനുള്ള സാഹചര്യമുണ്ട്. ചൈനയുടെ പിന്തുണ തേടിക്കൊണ്ട് പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ നീക്കങ്ങൾക്ക് ശ്രമിക്കുമോ, അത്തരം നീക്കങ്ങൾക്ക് പാകിസ്ഥാൻ ഒരുങ്ങുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉണ്ടാവുന്നുണ്ട്. ഒപ്പം തന്നെ ഐക്യരാഷ്ട്രസഭയിലും ചൈന പാകിസ്ഥാൻ ഇന്ത്യയുടെ നീക്കത്തെ പരാതി അറിയിച്ചിട്ടുണ്ട്. പ്രധാനമായും പാകിസ്ഥാന്റെ അവകാശങ്ങൾക്ക് മേൽ കടന്നു കയറുന്നു, സാധാരണ ജനങ്ങൾക്ക് മേൽ പ്രകോപനമില്ലാതെ നീക്കം നടന്നു തുടങ്ങിയ നീക്കങ്ങളാണ്, ഒരു ഇരവാദമാണ് പാകിസ്ഥാൻ ഉന്നയിക്കുന്നത്. ഈ ഇരവാദം ഉന്നയിച്ചുകൊണ്ടാണ് UN സുരക്ഷാ സമിതിക്ക് മുന്നിൽ ഇപ്പോൾ പാകിസ്ഥാൻ നീക്കം നടത്തുന്നത്. ഒപ്പം തന്നെ ചൈനയുടെ പിന്തുണ നേടുകയും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. കാരണം ചൈനയ്ക്ക് തന്ത്രപ്രധാനമായ സ്ഥാനമാണുള്ളത്. കാരണം ഇന്ത്യയുമായും പാകിസ്ഥാനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന രാജ്യമാണ് ചൈന. അതുകൊണ്ട് തന്നെ തന്ത്രപ്രധാനമായ സ്ഥാനം ചൈനയ്ക്കുണ്ട്. അതുകൊണ്ട് ചൈനയുടെ പിന്തുണ തേടിക്കൊണ്ടുള്ള ഒരു നീക്കത്തിന് പാകിസ്ഥാൻ ശ്രമിക്കുന്നു. നേരത്തെ ചൈനയുടെ ഔദ്യോഗികമായി വന്ന വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയ ഒരു കാര്യം, പാകിസ്ഥാനും ഇന്ത്യയും ചൈനയുടെ അയൽരാജ്യങ്ങളാണ്, അതുകൊണ്ട് സ്ഥിതിഗതികൾ ശക്തമായി നിരീക്ഷിക്കുന്നു എന്നതാണ്. എന്നാൽ അല്പസമയം മുമ്പ് പാകിസ്ഥാൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ചൈനീസ് അംബാസിഡറുമായി നടന്ന ചർച്ചയിൽ ചൈനയുടെ എല്ലാ പിന്തുണയും തങ്ങൾക്കൊപ്പമുണ്ട് എന്നതാണ് പാകിസ്ഥാന്റെ വാദം. എന്തായാലും 3:30 പാകിസ്ഥാൻ പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ എന്തു പറയുമെന്നതും പ്രധാന. സജിത്ത്, ഈ ചൈന എടുക്കുന്ന നിലപാട് ഏപ്രിൽ 22 പഹൽഗാം അറ്റാക്ക് ഉണ്ടാകുമ്പോൾ 28 ചൈന ഇതിൽ ഒരു ഇംപാർഷ്യൽ അന്വേഷണം വേണമെന്ന് പറയുന്നത്. അതും ഒരുമിച്ച് പാകിസ്ഥാനെയും ഇന്ത്യയും ഇതിലൊരു സമാധാനം ഉണ്ടാക്കണമെന്ന്, പാകിസ്ഥാനെ നേരിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമന്റും ചൈനയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നുമില്ല. ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ ചൈന പറയുന്നു, ബീജിംഗിൽ നിന്ന് മെസ്സേജ് സുവ്യക്തമായി പുറത്തേക്ക് വരുന്നു, റിഗ്രറ്റബിൾ എന്നാണ്. അതായത് ഇങ്ങനെ ഒരു വിഷയത്തിനകത്ത് ചൈനയ്ക്ക് വളരെ പെട്ടെന്ന് നിലപാടുണ്ട്. ആ നിലപാട് ചൈന വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്ക അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ ഇത് നിരീക്ഷിക്കുകയാണെന്ന് പറയുമ്പോൾ ചൈന വളരെ പെട്ടെന്ന് ഇന്ത്യക്കെതിരെ അങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? ചൈന തുടക്കം മുതൽ ഒരു സുതാര്യ അന്വേഷണം വേണമെന്ന് നിലപാടെടുത്തു. സുതാര്യ അന്വേഷണം വേണമെന്ന് പെഹൽഗാം സംഭവത്തിൽ നിലപാടെടുക്കുന്നതിലൂടെ ചൈന പൊതുവിൽ ഒരു പാകിസ്ഥാൻ അനുകൂല നിലപാടെടുക്കുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെട്ടത്. അതായത് ചൈന പൊതുവിൽ പാകിസ്ഥാൻ അനുകൂല നിലപാടെടുക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയും ചൈനയും തമ്മിൽ നിൽക്കുന്ന അതിർത്തി തർക്കങ്ങൾ അടക്കം നിലനിൽക്കുന്ന പ്രശ്നങ്ങളുള്ള സാഹചര്യത്തിൽ പാകിസ്ഥാൻ അനുകൂല നിലപാട് ചൈന സ്വീകരിക്കുന്നു എന്ന സൂചന തുടക്കം മുതൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ തിരിച്ചടിക്ക് ശേഷവും സമാനമായ നീക്കത്തിലേക്ക് കടക്കുന്നു എന്നതാണ് ഉയരുന്ന ആശങ്ക. അല്പസമയം മുമ്പ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ചൈന തങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന സൂചന അവർ പങ്കുവെക്കുന്നുണ്ട്. ചൈനീസ് അംബാസിഡറുമായി സാഹചര്യങ്ങൾ വിലയിരുത്തി പാകിസ്ഥാന്റെ അവകാശഭേദങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാന് സ്വാതന്ത്ര്യമുണ്ട്, ഇക്കാര്യം ചൈനയും അംഗീകരിക്കുന്നു എന്നതാണ് പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന അവകാശവാദം. അതായത് ചൈനയുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് പാകിസ്ഥാൻ മറ്റെന്തെങ്കിലും നീക്കത്തിന് ഒരുങ്ങുകയാണോ, അത്തരം എന്തെങ്കിലും ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. 3:30 പാകിസ്ഥാൻ പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. എന്തെങ്കിലും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ? ഇന്ത്യയുടെ സൈനിക നീക്കവുമായി ബന്ധപ്പെട്ട ഈ തുടർ നീക്കങ്ങൾ പാകിസ്ഥാൻ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. സമയം പാകിസ്ഥാൻ പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കാണുന്ന സമയമാണ്. അതേസമയം തന്നെ തിരക്കിട്ട ചർച്ചകൾ ഇന്ത്യയിലും പാകിസ്ഥാനിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി ദ്രൗപദി മുർമുവിനെ കണ്ട് സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി ധരിപ്പിച്ചിരിക്കുന്നു. അതിർത്തി
സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു, സ്ഥിതിഗതികൾ വിലയിരുത്തിയിരിക്കുന്നു, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. നാളെ ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാനുള്ള തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. രാജ്യം ഒറ്റക്കെട്ടായി നീങ്ങുകയാണ്. നമുക്കറിയാം, രാഷ്ട്രീയമായോ മറ്റോ ഒരു എതിർ സ്വരങ്ങൾ പോലും ഈ ഘട്ടത്തിൽ എവിടെ നിന്നും ഉയർന്നിട്ടില്ല. അത് പഹൽഗാം സംഭവത്തിന്റെ അന്നു മുതൽ തന്നെ ഭീകരതയ്ക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായിട്ടുള്ള നിലപാടെടുക്കുകയാണ്. ഈ ഘട്ടത്തിലും അതുപോലെ രാജ്യം ഒറ്റക്കെട്ടായി അതിനെ നേരിടുകയാണ്. എന്താണ് സംഭവിച്ചത് ഇന്നലെ അർദ്ധരാത്രി എന്നുള്ള ചിത്രത്തിലേക്ക് ഒരിക്കൽ കൂടി. പാക് അധിനിവേശ കാശ്മീരിൽ 5ഉം പാകിസ്ഥാനിൽ 4 കേന്ദ്രങ്ങളിലാണ് ഇന്നലെ ഇരുട്ടി വെളുക്ക് മുൻപ് ഇന്ത്യ മിസൈലുകൾ കൊണ്ട് നിലം പരിശാക്കിയത്. എല്ലാം ഭീകരരുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ. എന്തുകൊണ്ടാണ്